ഗൈസ് 2 ദിവസമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കിളിക്കുഞ്ഞ് ഏതിൻ്റെ കിളിയാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മളിപ്പോൾ രാത്രി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തള്ളക്കിളി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാതെ എന്തിൻ്റെ കിളിയാണെന്ന് കേട്ടോ. തള്ളക്കിളിയെ കാണാനുള്ള വളരെയധികം ആകാംക്ഷയോടെ തന്നെ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ വിചാരിച്ച പോലെ ഒരു തത്തയായിരുന്നില്ല കേട്ടോ. എന്നാൽ പച്ചിലക്കിളിയുമല്ല, ഇത് വാഴത്തത്ത അല്ലെങ്കിൽ ചിന്നൻ തത്ത എന്നൊക്കെ പറയപ്പെടുന്ന കിളിയാണെന്ന് തോന്നുന്നു. കാരണം ഇതിന്റെ കൊക്കൊക്കെ തത്തമ്മേനെ പോലെ തന്നെയാണ്. ഈ പക്ഷിയുടെ പേര് കൃത്യമായിട്ട് അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ. ഈ പക്ഷിയെ കണ്ടിട്ടില്ലാത്തവരും കമന്റ് ഇടാൻ മറക്കണ്ട. ഇതിന്റെ തുടർന്നുള്ള വളർച്ച നമ്മൾ വീഡിയോയിൽ കാണിക്കാട്ടോ. അങ്ങനെ തള്ളക്കിളിയെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് കുരിശുപള്ളിയിലേക്കാണ്. റോജനും റോഷനും സുധിനും വാവയും എല്ലാവരും കൂടെ നിന്നിട്ട് മെഴുകുതിരി കത്തിക്കുകയാണ്. എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. അത് കഴിഞ്ഞ് നേരെ കരിമ്പ പള്ളിപ്പെരുന്നാളിന് പോവാന്ന് തീരുമാനിച്ചു. പുളിയമ്പുള്ളിന്ന് ഇറങ്ങുമ്പോൾ നല്ല കാട്ടാനയുടെ മണമൊക്കെ അടിച്ചുട്ടാ. എന്തായാലും ആനയുടെ മുമ്പിൽ പെടാതെ നമ്മൾ റോട്ടിലെത്തി. തിരിച്ചിനി എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റൂല. കരിമ്പ പള്ളിയിലെത്തി പെരുന്നാൾ കണ്ടു. സംഭവം എന്തായാലും ഉഷാറായിരുന്നു. പള്ളിയിലെ അച്ഛൻ വരെ ചെണ്ട എടുത്ത് പൊളിക്കുകയായിരുന്നു. പരിപാടി ഉഷാറായി. ഇനി നേരെ വീട്ടിൽ പോകാൻ പറ്റൂല, കാരണം ആന ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നേരെ സുധിന്റെ വീട്ടിലേക്കാ പോയത്. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. രാത്രി ഓരോന്ന് തേച്ച് പിടിപ്പിച്ച് സൗന്ദര്യം സംരക്ഷിക്കുകയാണ് നമ്മുടെ സുധി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.